Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് മാർച്ച് 9 മുതൽ ആരംഭിക്കുകയാണ്. സോ നമ്മൾ ഇന്നു മുതൽ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് നിന്നുള്ള റിക്വസ്റ്റ് ആണ് നല്ലൊരു സ്റ്റഡി പ്ലാൻ വീഡിയോ ചെയ്യുക. സോ അതിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നെക്സ്റ്റ് ഡേ മുതൽ നമ്മൾ ഇത്രയും പെട്ടെന്ന് തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസും ആരംഭിക്കുന്നതാണ്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA M.Com ഈ 3 കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ്ങും അതുമാത്രമല്ല അസൈൻമെൻറ്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിലെ സബ്ജക്ട്സ്. എല്ലാവർക്കും അറിയാം: മെത്തഡോളജി, എത്തിക്സ്, ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്, ബിസിനസ് അനലിറ്റിക്സ് ആൻഡ് പ്രാക്ടിക്കൽ ടാക്സേഷൻ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ എക്സാമിൻ്റെ ഡീറ്റെയിൽസുമായി കമ്പയർ ചെയ്യണ സമയത്ത്, ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആവട്ടെ, ഭാരതീയർ യൂണിവേഴ്സിറ്റി ആവട്ടെ, അവിടെയൊക്കെ എക്സാംസ് അടുപ്പിച്ചിട്ടാണ് വരാം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ. ഇവിടെ നമുക്ക് വീക്കെൻഡ്സിൽ മാത്രമേ എക്സാംസ് ഉള്ളൂ. അതും ചില എക്സാംസിന് വളരെയധികം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നല്ലൊരു സ്റ്റഡി പ്ലാൻ നമ്മൾ വെക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും എത്രത്തോളം ദിവസം നമ്മുടെ മുമ്പിൽ ഇനി ഉണ്ട്, ദെൻ ഓരോ എക്സാംസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എത്രത്തോളം ഡേയ്സ് ഉണ്ട് എന്നുള്ളത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ എക്സാമിന് മാർച്ച് 9 വരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 28 ദിവസം നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ ആദ്യത്തെ എക്സാം ആയിട്ടുള്ള റിസർച്ച് മെത്തഡോളജിക്ക് വേണ്ടി. അതിനുശേഷം ഓരോ എക്സാംസും തമ്മിലുള്ള ഡേയ്സിൻ്റെ ഗ്യാപ്പാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. മെത്തഡോളജി കഴിഞ്ഞാൽ നെക്സ്റ്റ് ബിസിനസ് എത്തിക്സ് വരുന്നത് 15 ആണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു 5 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. നെക്സ്റ്റ് ലീഗൽ ആസ്പെക്ട്സിന് ഒരു 7 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. ബിസിനസ് അനലറ്റിക്സിലോട്ട് പോകുമ്പോൾ 12 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. പ്രാക്ടിക്കൽ ടാക്സേഷന് ഒരു 6 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സാമും മറ്റേ എക്സാമും തമ്മിൽ ഇത്രത്തോളം ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ എന്താ പറയുക, ഈ ജോലിക്കൊക്കെ പോയി പഠിക്കുന്ന വ്യക്തികൾക്ക് വളരെ യൂസ്ഫുള്ളാണത്, അല്ലേ? ഒരു എക്സാം കഴിഞ്ഞ് പിന്നെ മറ്റൊരു ആ ഒരു ഗ്യാപ്പിൽ ആ ഒരൊറ്റ എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ വിനിയോഗിക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനൊന്ന് അലോക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എക്സാം ആയിട്ടുള്ള റിസർച്ച് മെത്തഡോളജി, അല്ലേ, തിയറി പേപ്പറാണ്. ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് ടേമുകൾ അവിടെ പഠിക്കാനുണ്ട്, ഒക്കെ അറിയാം, നല്ല രീതിയിൽ പഠിക്കേണ്ട ഒരു പേപ്പറാണ്. അപ്പോൾ ഈ വരുന്ന ഇനി 28 ദിവസം ഉണ്ടല്ലോ, ഇതിൽ 10 ദിവസം 10+3 എന്ന് ഞാൻ പറയണു, 13 ദിവസം. അതിൽ 10 ദിവസം നിങ്ങൾ സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടും 3 ദിവസം റിവിഷന് വേണ്ടിയിട്ടും റിസർച്ച് മെത്തഡോളജിയുടെ കേസിൽ മാറ്റി വയ്ക്കുക. റിവിഷൻ 3 ദിവസം വേണം, ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം മാറ്റി വയ്ക്കുക. മെത്തഡോളജിയുടെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ ഇതിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത് സ്മാർട്ട് അപ്രോച്ച് ആയിരിക്കണം. വലിച്ചു വാരി പഠിക്കരുത്. ഏതൊക്കെയാണ് കൂടുതൽ വരാൻ സാധ്യതയുള്ള ഏരിയാസ് എന്നുള്ളതിൻ്റെ വീഡിയോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യും, ചിലപ്പോൾ ഇന്നോ നാളെയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു അപ്രോച്ചാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പഠിക്കുക. അപ്പോൾ ഇങ്ങനെ മെത്തഡോളജിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അലോക്കേറ്റ് ചെയ്യേണ്ട ഡേയ്സ് ഇങ്ങനെയാണ്: 10+3. ദെൻ പിന്നെ നമ്മുടെ മുമ്പിൽ ബാലൻസ് 4 സബ്ജക്ട്സ് ആണ് വരുന്നത്. ഇതിൽ ബിസിനസ് അനലറ്റിക്സ് ഒഴിച്ച്, ബിസിനസ് അനലറ്റിക്സ് വേണമെങ്കിൽ നിങ്ങളിപ്പോൾ തുടരണമെന്നില്ല. കാരണം 12 ദിവസം അതിനെ നമുക്ക് ഗ്യാപ്പ് ഉണ്ട് പഠിക്കാൻ. നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാം, അതല്ലെങ്കിൽ ഞാൻ പറയണത് ബാലൻസ്, എത്തിക്സ്, ലീഗൽ ആസ്പെക്ട്സ്, പ്രാക്ടിക്കൽ ടാക്സേഷൻ, ഈ 3 സബ്ജക്ട്സിന് വേണ്ടിയിട്ട് ഇനിയുള്ളതിൽ 5 ദിവസങ്ങൾ വീതം മാറ്റിവെക്കുക. എന്ന് വെച്ചാൽ എത്തിക്സിന് 5 ദിവസം, ലീഗൽ ആസ്പെക്ട്സിന് 5 ദിവസം, ഈ പറയുന്ന പ്രാക്ടിക്കൽ ടാക്സേഷന് 5 ദിവസം. അപ്പോൾ
ഇനിയുള്ള 28 ദിവസത്തില് 13 ദിവസം റിസർച്ച് മെത്തഡോളജിക്കും ദെൻ ബാലൻസ് എത്തിക്സ്, ലീഗൽ ആസ്പെക്ട്സ്, പ്രാക്ടിക്കൽ ടാക്സേഷൻ ഇതിനൊക്കെ നമ്മൾ 5 ദിവസം, അത് നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിലോട്ടുള്ള എന്താണ്, അല്ലെങ്കിൽ ഏതാണ് ബുദ്ധിമുട്ട് കൂടുതൽ. ചിലപ്പോൾ പ്രാക്ടിക്കൽ ടാക്സേഷൻ ചില ആൾക്കാർക്ക് എളുപ്പമായിരിക്കും, പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പോൾ വേണമെങ്കിൽ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എടുക്കാം എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ 5 × 3 15 ഡേയ്സ് ബാലൻസ് ഉള്ളത് 3 സബ്ജക്ട്സിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. എത്തിക്സ്, ലീഗൽ ആസ്പെക്ട്സ്, പ്രാക്ടിക്കൽ ടാക്സേഷൻ. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന 28 ഡേയ്സിന് അങ്ങനെ ചെയ്യാം. അപ്പോൾ 5 ഡേയ്സ് എത്തിക്സിന് വേണ്ടി മാറ്റി വെച്ചു. ദെൻ ഗ്യാപ്പ് അവിടെ 5 ദിവസം കിട്ടി, അപ്പോൾ അവിടെ 10 ഡേയ്സ് ആയി. ഓക്കെ, ദെൻ ലീഗൽ ആസ്പെക്ട്സിൻ്റെ കേസിലോട്ട് പോകുമ്പോൾ 12 ദിവസം അവിടെ കിട്ടി. 7 + 12. ഇവിടെ പ്രാക്ടിക്കൽ ടാക്സേഷൻ 6 + 5 11. എങ്ങനെയാണ് വരുന്നത്? ഇവിടെ 10 ഡേയ്സ് ലഭിക്കുന്നു, ഇവിടെ 12 ഡേയ്സ് ലഭിക്കുന്നു, ഇവിടെ 11 ഡേയ്സ് ലഭിക്കുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ബുദ്ധിമുട്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡേയ്സ് മാറ്റി പഠിക്കുക. ഇപ്പോൾ ഇതിന് കൂടുതൽ ഡേയ്സ് വേണം, ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്രോച്ച് ചെയ്യുക. ഇവിടെ നമുക്ക് അനലറ്റിക്സ്, ബിസിനസ് അനലറ്റിക്സിന് നമുക്ക് 12 ഡേയ്സ് എങ്ങനെയായാലും ലഭിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇനിയുള്ള ദിവസങ്ങൾ ഇങ്ങനെ. ദെൻ മെത്തഡോളജിക്ക് നമ്മൾ 13 ഡേയ്സ് ഇവിടെ എഴുതാൻ വേണമെങ്കിൽ 13, 10, 12, 12, 11 ഇങ്ങനെ നിങ്ങളുടെ ഡേയ്സ് മാറ്റി വയ്ക്കുക. മനസ്സിലാവുണ്ടോ? ഇപ്പോൾ എത്രയാ? 13, 23, ദെൻ ഇവിടെ 24, അപ്പോൾ 47 അല്ലേ? 57, 58 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ പഠിക്കാൻ വേണ്ടിയിട്ട് 58 ഡേയ്സ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്, ഓരോ എക്സാമിൻ്റെ എല്ലാം കൂടിയിട്ട്. അപ്പോൾ ഈ 58 ദിവസത്തെ 58 ഡേയ്സിനെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അലോക്കേറ്റ് ചെയ്ത് തന്നതാണ് നിങ്ങളിവിടെ കണ്ടേ. മനസ്സിലാവുണ്ടോ? അപ്പോൾ എങ്ങനെ ഓരോ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഡേയ്സ് മാറ്റി വയ്ക്കണം എന്നുള്ളതാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നെക്സ്റ്റ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിലോട്ടാണ് നെക്സ്റ്റ് പോകുന്നത്. ഒരു കാരണവശാലും ഒരു സബ്ജക്റ്റ് മാത്രം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കരുത്. ഒരു സബ്ജക്റ്റ് ഒരു ദിവസം പഠിച്ചു, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ 2 സബ്ജക്റ്റ് വെച്ച് പഠിക്കാം, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ഒരു ദിവസം പഠിച്ചു പിറ്റേ ദിവസം വേറൊരു പേപ്പർ പഠിക്കാം. ഓക്കെ, കാരണം അടുപ്പിച്ച് ചെയ്ത് സബ്ജക്റ്റ് പഠിച്ചാലും അവിടെ വെറുത്തു പോകും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊരു പേപ്പർ പഠിക്കാതിരിക്കുക. ദെൻ ഗ്യാപ്പ് വരുന്ന സമയത്ത് നമുക്കത് വേറൊരു വഴിയില്ല. 7 ദിവസം ഉണ്ട് ഗ്യാപ്പ്, അപ്പോൾ നമ്മൾ ആ ഒരു പേപ്പറിലോട്ട് വേണ്ടി മാത്രം പഠിക്കുകയാണ്. നമ്മുടെ ഒരൊറ്റ എക്സാം അല്ലേ വരുന്നത്. അതല്ല ഇപ്പോഴത്തെ കേസാണ്. ഫസ്റ്റ് നിങ്ങൾ എന്താണ് ഇനിയുള്ള ദിവസങ്ങൾ, ഇനി ഉള്ള മെത്തഡോളജി വരെയുള്ള 28 ദിവസത്തിൻ്റെ കേസാണ് പറഞ്ഞത്. അതൊരു കാര്യം. ഇനി പഠിക്കുമ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും ഒരുപാട് പേര്. അപ്പോൾ ഏത് സബ്ജക്റ്റ് പഠിച്ചാലും നമുക്കത് ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് റിവിഷനാണ്. ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ സമയം എന്ന് പറയണത് വളരെ കുറവാണ്. കുറച്ച് സമയം കൊണ്ട് എങ്ങനെ റിവൈസ് ചെയ്ത് പഠിച്ച കാര്യങ്ങൾ മെമ്മറിയിലോട്ട് വെക്കാൻ സാധിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഞാൻ സാധാരണ പ്രോബ്ലം പേപ്പേഴ്സിന് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഫോളോ ചെയ്തൊരു അപ്രോച്ചാണ്. പ്രോബ്ലം പേപ്പറിന് മാത്രമല്ല, നിങ്ങൾക്ക് ടഫസ്റ്റ് ആയുള്ള ഏത് പേപ്പർ പഠിക്കുമ്പോഴും നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ റിവിഷൻ നടക്കുക എങ്ങനെയാണ്? ഒരു സംഭവം പഠിച്ച് ഒരു ഗ്യാപ്പ് എടുത്ത് വീണ്ടും പഠിക്കുമ്പോഴാണ് അതിനെ റിവിഷൻ അല്ലേ, വീണ്ടും പഠിക്കുക. അപ്പോൾ നിങ്ങൾ ടഫസ്റ്റ് ആയുള്ള സബ്ജക്ട്സ്, എസ്പെഷ്യലി പ്രോബ്ലം പേപ്പേഴ്സ്, ഇവിടെ നമുക്ക് ഒരെണ്ണമാണ് പ്രോബ്ലം പേപ്പറുള്ളത്, അതല്ലെങ്കിൽ ബുദ്ധിമുട്ടായുള്ള ഏത് പേപ്പർ പഠിക്കുമ്പോഴും നിങ്ങളുടെ പഠനം ആരംഭിക്കേണ്ടത് എപ്പോഴും ഈവനിങ് ആണ്. ഒരു 7 മണിയോ 7:30യോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങളുടെ കൺവീനിയൻസ് എങ്ങനെയാണെങ്കിൽ. ദെൻ രാത്രി ഒരു 2 മണിക്കൂർ 7:30 to 10 മണിയോ 10 മണിയോ അല്ലെങ്കിൽ 10:30 വരെയൊക്കെ നമ്മൾ പഠിക്കുക രാത്രി. സോ ഇപ്പം ഇങ്ങനെ ഒരു 3 മണിക്കൂർ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കയ്യിൽ കിട്ടുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാണ്ട് പഠിക്കുകയാണെങ്കിൽ. ഈ ഒരു ടൈമിൽ പഠിച്ചാൽ ഒരു ഗുണം എന്താ? രാത്രി ആയതുകൊണ്ട് തന്നെ വല്ലാണ്ട് ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് മാറിയിരിക്കുകയാണെങ്കിൽ. കമ്പയറിങ് വിത്ത് പകൽ, ഡേ ടൈമിനെ കമ്പയർ ചെയ്യുമ്പോൾ
അപ്പോൾ ഇങ്ങനെ ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലം പേപ്പേഴ്സ് ഒക്കെ ആകുമ്പോൾ പറയും വേണ്ടേ, നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ലാണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടൈമിൽ പഠിക്കുക. അതിന് ശേഷം പിറ്റേ ദിവസം എണീറ്റ് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ഒരു 15-20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ പഠിക്കണം എന്നല്ല, ജസ്റ്റ് ഒന്ന് ഒരു 15 മിനിറ്റോ 20 മിനിറ്റ് കൊണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി പോവാ. വീണ്ടും കുത്തിരുന്ന് പഠിക്കാനല്ല, പല്ല് തേക്കുന്നതിനൊക്കെ മുമ്പ് ഒരു 10-20 മിനിറ്റ് കൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് കാലത്ത് എണീറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഈ ഒരു പഠിച്ച കാര്യങ്ങളൊന്ന് ഓടിച്ചു പോവുക. അതിന് ശേഷം നിങ്ങൾ ബ്രഷ് ചെയ്യുക, ഫുഡ് കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങളോട്ടൊക്കെ പോയിക്കോ. ഈ 10-20 മിനിറ്റ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഗുണം എന്താണെന്നറിയും. നിങ്ങളൊരു കാര്യം പഠിച്ച് ഉറങ്ങി പിറ്റേ ദിവസം വീണ്ടും എഫേർട്ട് എടുക്കാണ്ട് എഫേർട്ട്ലെസ്ലി നിങ്ങൾ നോക്കിയ കാര്യം, പിന്നെ നിങ്ങൾ കുറേ ചിത്രങ്ങളൊക്കെ അല്ലേ വായിച്ച ആ ബുക്കിൻ്റെ പേജും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളിനി ബ്രഷ് ചെയ്യുകയാണെങ്കിലും ഫുഡ് കഴിക്കുകയാണെങ്കിലും ചിലപ്പോൾ ട്രാവൽ ചെയ്യുകയാണെങ്കിലും ഒക്കെ നിങ്ങളറിയാണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് ഈ ചെയ്ത പരിപാടിയോട് താല്പര്യം ഉണ്ടെങ്കിൽ അറിയാണ്ട് തന്നെ ഈ പേജും ഈ ടോപ്പിക്കുകളൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. അതങ്ങനെയാണ്, എണീറ്റ് ആദ്യം നോക്കുന്നതിൻ്റെ ചിത്രങ്ങൾ മനസ്സിൽ കടന്നു പോകുന്നുള്ളതാണ്. സോ ഇഫേർട്ട്ലെസ്ലി നമുക്ക് റിവിഷൻ അവിടെ പോസിബിൾ ആവും. നിങ്ങൾ വേണ്ടാന്ന് ഇരിച്ചാലും ചിലപ്പോൾ ഈ പറയുന്ന ടോപ്പിക്കുകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുള്ളതാണ്. ഞാൻ ഫോളോ ചെയ്തിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സമയമില്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യുക, ഈ ഒരു രീതി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ദെൻ ഒരുപാട് പേര് ജോലി ചെയ്തിട്ട് പഠിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നോ അപ്പോൾ പഠിക്കുക. നമ്മുടെ ആവശ്യമാണ് വേണ്ടേ, മനസ്സിലാവുണ്ടോ? ചില ആൾക്കാർക്ക് സമയം ഉണ്ടാവില്ല, അപ്പോൾ അവർ ചിലപ്പോൾ ഉച്ചയ്ക്ക് ആയിരിക്കും പഠിക്കുക. ഞാൻ ചില സമയത്തൊക്കെ ഉച്ച നേരത്ത് എല്ലാവരും ഉറങ്ങണ സമയമാണ്, പലർക്കും ഉറക്കം വരുന്ന ടൈം 1:30 ആ നേരത്തൊക്കെ ഞാൻ കോളേജിൽ ഉള്ള സമയത്തൊക്കെ ടെറസിൻ്റെ മുകളിൽ കയറി പഠിച്ചിട്ടുണ്ട്. നമുക്ക് ആ സമയത്ത് ആവശ്യമുണ്ട്, നമുക്ക് പഠിച്ച് അവസാനിപ്പിക്കണം. അപ്പോൾ അങ്ങനെ ഭയങ്കര തിരക്കിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് ആ ഗ്യാപ്പിൽ പഠിക്കുക. ദെൻ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, ഇനി ഇതിൽ നമുക്കിനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനെയും ഫോളോ ചെയ്യേണ്ട അപ്രോച്ച്, അതിൽ ഏതൊക്കെ മൊഡ്യൂൾസ് ആദ്യം പഠിക്കണം രണ്ടാമത് പഠിക്കണം എന്നൊക്കെയുള്ളത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അതിൻ്റെ സിലബസിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകണില്ല. അതിനെ റിലേറ്റ് ചെയ്തുള്ള വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദിവസങ്ങളുള്ളത് നല്ല രീതിയിൽ വിനിയോഗിക്കുക, ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്യുക. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ദെൻ അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം. 14-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അത് ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് വേഗം ചെയ്ത് അവസാനിപ്പിക്കുക. നമ്മുടെ സ്ഥാപനം അസൈൻമെൻറ്റ് സപ്പോർട്ടും അതുപോലെ തന്നെ ഓൺലൈൻ കോച്ചിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.